ശ്രീ എസ് നന്ദു, ഇപ്പോൾ ഈ എഥനോൾ നയം ഇത് പൂർണ്ണമായിട്ടും വിശദീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നിതിൻ ഗഡ്കരി പ്രതിരോധത്തിലാകുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നവർ, ഇപ്പോൾ BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്നവർക്ക് പോലും ഈ ആശങ്കയുണ്ട്. ഇപ്പോൾ വാഹന നിർമ്മാതാക്കൾ എപ്പോഴും ഒരു കുഴപ്പവുമില്ല എന്നേ പറയുകയുള്ളൂ. പക്ഷേ E20 പെട്രോളാണ് ഞങ്ങൾ അടിച്ചിരുന്നത്, വാഹനങ്ങളിൽ അടിച്ചിരുന്നത് എന്ന കാര്യം ഇപ്പോൾ മനസ്സിലാക്കുകയാണ് ഇന്ത്യൻ ജനത. സ്വാഭാവികമാണ് അവരുടെ ആശങ്ക. അപ്പോൾ അതിൽ വ്യക്തത വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതുണ്ടാവുന്നില്ല. മഞ്ജുഷ്, ഇതിനകത്ത് ഈ വിഷയത്തെ രണ്ടായി കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ E20 വിഷയം ഒരു രാഷ്ട്രീയ വിഷയമല്ല, അതൊരു ദേശീയ നയമാണ്. അത് നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതം കുറയ്ക്കുക, പരിസ്ഥിതിക്കെതിരായിട്ടുള്ള ആഘാതം കുറയ്ക്കുക, അതിനോടൊപ്പം തന്നെ നമ്മുടെ വിദേശ നാണയ വിനിമയത്തിലെ അതിൻ്റെ തോത് കുറയ്ക്കുക, അതിനോടൊപ്പം ഇറക്കുമതി, ആ ഇറക്കുമതി നമ്മൾ വലിയ രീതിയിലുള്ള ഇറക്കുമതി നമ്മൾ ആശ്രയിക്കുമ്പോൾ അതിൻ്റേതായ ചില ദോഷവശങ്ങൾ നമ്മൾ ഈ സമീപ ഭാവിയിൽ തന്നെ കണ്ടു. ഇപ്പോൾ ഇറാൻ യുദ്ധം നടന്ന സമയത്ത് നമുക്ക് എനർജി ലഭ്യത, അതിപ്പോൾ ഗ്യാസ് ആയാലും ശരി, അതുപോലെ പെട്രോൾ ആയാലും ശരി, ഉണ്ടായിട്ടുള്ള ലഭ്യത കുറവ്, ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ദേശീയ നയമാണ്. അപ്പോൾ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ അതിൽ എല്ലായ്പ്പോഴും നമുക്ക് പെട്രോളിനെയും ഡീസലിനെയും ആശ്രയിച്ച് അല്ലെങ്കിൽ ഗ്യാസിനെയും ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? എത്ര കാലം കൂടി നമുക്ക് ഇത്തരം സോഴ്സസിൽ നിന്ന് അത്തരം എനർജികൾ എടുക്കാൻ സാധിക്കും? അപ്പോൾ അതിന് പകരമായി ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള എനർജികൾ കൂടി നമ്മൾ കണ്ടെത്തേണ്ടതില്ലേ? ഈ ചോദ്യങ്ങൾക്കെല്ലാം രാജ്യം കണ്ടെത്തുന്ന മറുപടികളാണ് പല രീതിയിൽ. അതിപ്പോൾ ഇലക്ട്രിക് വെർഷനിലേക്ക് നമ്മൾ മാറുന്നതായാലും ശരി, അങ്ങനെയുള്ള ഒട്ടേറെ, ഇപ്പോൾ ഹൈഡ്രജൻ വെർഷനിലേക്ക് ഫ്യൂവലിലേക്ക് മാറുന്നതായാലും ശരി, അത്തരത്തിലുള്ള മാറ്റമൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതിനകത്ത് E20യുമായി ബന്ധപ്പെട്ട് നമ്മൾ വരുന്ന സമയത്ത് ഇതൊരു പെട്ടെന്നെടുത്ത തീരുമാനമാണ് എന്ന് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നത് അത് അത്യന്തം തെറ്റായിട്ടുള്ള ഒരു തീരുമാനമെന്നല്ല. 2002 മുതൽ ഈ നയത്തെക്കുറിച്ചുള്ള ആലോചനകൾ നടന്നിരുന്നു. 2014 പ്രധാനമന്ത്രി അധികാരത്തിലെത്തിയ ശേഷം ആ സമയത്ത് 1.5%. അതിങ്ങനെ പെട്ടെന്ന് വളർന്നു 2030ഓടെ E20യിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ പൊടുന്നനെ അതിൽ മാറ്റം വരികയും E20 പെട്ടെന്ന് അങ്ങ് നടപ്പാക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ. അത് മാത്രമല്ല, ഇത് ജനങ്ങളെ അറിയിച്ചിരുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നന്ദുവിന് അറിയാമായിരുന്നോ E20 പെട്രോളാണ് അടിക്കുന്നത്? എനിക്കറിയാമായിരുന്നു. കാരണം ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്കറിയാവുന്നത്. മറ്റുള്ളവർക്ക് പലർക്കും അറിയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അവിടെ ഞാൻ അതിനെ ഡിബേറ്റബിളായി തന്നെ വയ്ക്കുന്നു. അത് ഡിബേറ്റബിളായി തന്നെ നിൽക്കട്ടെ എന്നുള്ള ആശയമാണ് എനിക്കുള്ളത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഒരു പൊടുന്നനെ ഇത് എടുത്ത് പെരുമാറുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ച് ജനങ്ങളെ മുഴുവൻ ആശയക്കുഴപ്പത്തിൽ നിർത്തുന്നതിന് പകരം നമ്മൾ ഇതിനകത്തുള്ള സർക്കാർ തന്നെ ഔദ്യോഗികമായി പറഞ്ഞല്ലോ, ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുനർചിന്തനമോ അല്ലെങ്കിൽ ഈ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ചർച്ചയ്ക്കും സർക്കാർ ഹോൾ ഹാർട്ടഡ്ലി വെൽക്കം ചെയ്യുകയാണ് നമ്മളെ. അപ്പോൾ നമുക്കുള്ള പ്രതിസന്ധികൾ, നമുക്കുള്ള എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ, അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായും സർക്കാരിൻ്റെ മുൻപിൽ വയ്ക്കാനുള്ള അവസരമുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ 2001 ആരംഭിച്ചിട്ടുള്ള 2001 2004 ഒക്കെ ആരംഭിച്ചിട്ടുള്ള ഈ പ്രവർത്തനം 2013 അതായത് UPA സർക്കാരിൻ്റെ കാലത്താണ് ഇതിനെ നോട്ടിഫൈ ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ഇത് ഏറെക്കാലം ഉപയോഗിക്കപ്പെടാതെ അല്ലെങ്കിൽ ഈ നയം ഉപയോഗിക്കപ്പെടാതിരിക്കുകയും അതിനുശേഷം 2018 ഈ നയം വളരെ കൃത്യമായി നരേന്ദ്രമോദി സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു ദേശീയ നയമായി, അത് ഞാൻ പറഞ്ഞല്ലോ, പാരിസ്ഥിതികമായിട്ടുള്ള അതുപോലെ നമ്മളെ കർഷകരെ സംരക്ഷിക്കാൻ ഉതകുന്ന രീതിയിൽ അത് അത്തരത്തിൽ അതിനെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഈ നയം ദേശീയ നയമായി തന്നെ മുന്നോട്ട് വരുന്നു, നമ്മുടെ എനർജി നയമായി തന്നെ മുന്നോട്ട് വരുന്നു. അതിനുശേഷം 2021 നീതി ആയോഗ് ഇതിനൊരു റോഡ് മാപ്പ് തീരുമാനിക്കുകയും ആ റോഡ് മാപ്പിലൂടെ നമ്മൾ വളരെ പെട്ടെന്ന് നടന്നു നീങ്ങാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിനകത്ത് ആത്യന്തികമായിട്ടുള്ള ഗുണഭോക്താക്കൾ ആര് എന്ന് ചോദിച്ചാൽ അത് രാജ്യത്തെ കർഷകരാണ് എന്നാണ് ഞാൻ ഇതിനെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം. കാരണം രാജ്യത്തെ കർഷകന്റെ വരുമാനം അത് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതാണ്ട് ഞാൻ പറഞ്ഞോട്ടെ 1.66 ലക്ഷം കോടി നേരിട്ട് കർഷകർക്ക് വരുമാനം എന്നുള്ള നിലയ്ക്ക് എത്തുന്ന രീതിയിലാണ് ഈ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നതിൽ നമുക്കുണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള കുറവ്, ആ കുറവ് നമുക്ക് ഭാവിയിൽ സസ്റ്റെയിൻ ചെയ്യാൻ, നമ്മുടെ ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ധന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ഒതുങ്ങുന്ന രീതിയിൽ രാജ്യത്തെ പര്യാപ്തമാക്കുന്നു. അപ്പോൾ 3.16 ലക്ഷം മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയാണ് നമ്മൾ ഈ ഒരു എത്തനോളിൻ്റെ E20യുടെ വരവോടുകൂടി നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിച്ചത്. അതുപോലെ തന്നെ വിദേശ നാണയ ശേഖരം, താങ്കൾക്കും എനിക്കും ഒക്കെ അറിയുന്നത് പോലെ തന്നെ രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ബെനിഫിറ്റ്, അല്ല ഞാൻ സമ്മതിക്കുന്നു, അതിനെല്ലാം അപ്പുറം
കർഷകർക്ക് നേട്ടമുണ്ടായിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ let me complete my കോടിക്കണക്കിന് വരുന്ന ഈ വാഹന ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അത് പരിഹരിക്കാനായിട്ടില്ല. അത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ രാജ്യത്തിന്റെ പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ഏതാണ്ട് 1000 ലക്ഷം മെട്രിക് ടൺ കാർബൺ ഔട്ട്കം ഉള്ളതിനെ നമ്മൾ കുറച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ അത്തരത്തിൽ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് നമ്മൾ മാറാൻ വേണ്ടി ശ്രമിക്കും. സ്വാഭാവികമായിട്ടും അതിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ രാജ്യത്തെ പല ആൾക്കാർക്കും പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവാം. ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കേണ്ടത് സർക്കാരിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ് എന്ന ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ അതിനുവേണ്ടി ആ ഒരു ഒറ്റ പോയിന്റിൽ പിടിച്ചു നിന്നുകൊണ്ട് ആ ഒരു ഒറ്റ പോയിന്റിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ രാജ്യത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കിനെ, രാജ്യത്തിൻ്റെ ഒരു കുതിപ്പിനെ നമ്മൾ തടസ്സപ്പെടുത്തുന്നത്, ഒരു പോയിന്റിൽ മാത്രം പിൻ ചെയ്ത് നിന്നുകൊണ്ട് തടസ്സപ്പെടുത്തുന്നത് ഒരു ശരിയായ ദിശയാണോ എന്ന് നമ്മൾ സ്വയം ആത്മപരിശോധന നടത്തണം. അതൊന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഈ പെട്രോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ. അപ്പോൾ ഈ വിഷയങ്ങളെയൊക്കെ സർക്കാർ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാണ്. സർക്കാർ ഈ വിഷയങ്ങളിൽ നിന്നും എല്ലാം തിരിഞ്ഞു നടക്കാൻ തയ്യാറാവുന്നില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ ക്ലാരിറ്റി വരുത്തട്ടെ. ഇതിനകത്ത് ജനതാ പാർട്ടി വന്നതിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർക്ക് കിട്ടിയ പിന്തുണ ഫോളോവേഴ്സും താങ്കൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഇതിൽ ആശങ്കയുള്ളവരുടെ പ്രതികരണമാണ്. ഇതിനകത്ത് ഞാൻ E20 ജനതാ പാർട്ടിയെ കോട്ട് ചെയ്തുകൊണ്ടല്ല ഞാൻ രാജ്യത്തോട് സംസാരിക്കുമ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ തയ്യാറാണ്. അതിന് E20 ജനതാ പാർട്ടി അവരുടെ ആശയം പ്രചരിപ്പിക്കാനും അവരുടെ ആകാംക്ഷകളും അല്ലെങ്കിൽ അവരുടെ സംശയങ്ങളും ഒക്കെ ചോദിക്കാനുള്ള അവകാശം ജനാധിപത്യ ഭാരതത്തിനകത്തുണ്ട്. അതവർ ചെയ്തോട്ടെ, അതിലൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇതിനകത്തേക്ക് താങ്കളുടെ ഇൻട്രോയിൽ അല്ലെങ്കിൽ താങ്കളുടെ കാർഡിലടക്കം എന്തിനാണ് നിതിൻ ഗഡ്കരിയെ പോയിന്റ് ചെയ്യുന്നത്? ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം മന്ത്രാലയത്തിന്റെ മന്ത്രിയെ നിങ്ങൾ പറയുന്നതിൽ ന്യായമുണ്ടാവും. പക്ഷേ നിങ്ങൾ പറയുന്നതിൽ ഒരു പ്രശ്നം കൂടി, ഒരു സാങ്കേതിക പ്രശ്നം. താങ്കൾ പറയുന്നത് 2030 ഇത് ആപ്ലിക്കബിൾ ആവേണ്ടിയിരുന്നത് എന്നുള്ള നിലയിലാണ് റോഡ് മാപ്പ് തയ്യാറാക്കിയത്. പൂർണ്ണ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. അതെ, പൂർണ്ണ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് താങ്കൾ ഇപ്പോൾ E25 ആണ് പൂർണ്ണ ലക്ഷ്യത്തിലേക്ക്. പക്ഷേ E25 തൽക്കാലം ഇല്ല എന്ന് ഹർദീപ് സിംഗ് പുരി പെട്രോളിയം മന്ത്രി പറഞ്ഞിട്ടുമുണ്ട്. അതെ, അപ്പോൾ ഇതിനകത്ത് ഒരു മാധ്യമങ്ങളുടെ ഇടയിൽ നിന്നുള്ളൊരു അല്ലെങ്കിൽ ചില ആളുകൾ ഇതിനകത്തൊരു സംശയം അല്ലെങ്കിൽ ജനങ്ങളെ ഒന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഒരു പോളിസിക്കെതിരായി ജനങ്ങളെ അണിനിരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ട നടത്തുന്നുണ്ട്. ആ നടത്തുന്ന പ്രൊപ്പഗണ്ട ഈ രാജ്യത്തിൻ്റെ വികസനത്തിനെതിരാണ് എന്നുള്ള സ്റ്റാൻഡാണ് എനിക്കുള്ളത്. അതിനോടൊപ്പം ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിലേക്ക് നേരത്തെ എത്തിപ്പോയി എന്നുള്ളത് ഒരു വലിയ തെറ്റാണ്, അക്ഷന്തവ്യമായ അപരാധമാണ് എന്നൊക്കെ പറയുന്നത് അതൊരു നല്ല രാഷ്ട്രീയ ലക്ഷ്യമല്ല. പോയിന്റ് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് ജനതാ പാർട്ടി ഗഡ്കരി പോയിന്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഈ പ്രക്ഷോഭത്തിന്റെ തുടക്കം എന്ന് തന്നെ പറയാം. കാരണം സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ ആദ്യം വളർത്തിയെടുക്കുന്നു, പിന്നെ അത് പതുക്കെ തെരുവിലേക്ക് നീങ്ങുന്നു, അതൊരു പ്രക്ഷോഭത്തിന്റെ രൂപം കൈക്കൊള്ളുന്നു. ഇതാണല്ലോ CJPയുടെ കാര്യത്തിൽ കണ്ടതും പ്രധാന രാജിയിലേക്ക് നീങ്ങിയതും. താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ ഇവിടെ E20 ജനതാ പാർട്ടിയുടെ ഈ ലക്ഷ്യങ്ങളെ? ശ്രീ മഞ്ജുഷ്, പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് വളരെ നോബിളായിട്ടുള്ള ഒരു കോസ് അല്ലെങ്കിൽ വലിയ ആശയക്കുഴപ്പം സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു കോസുമായി ബന്ധപ്പെട്ട് ആ ആശങ്കകൾ മുന്നോട്ട് വയ്ക്കുക, അതിനെ പ്രതിഷേധിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റുക, CJPയുടെ പാത പിന്തുടർന്ന് കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു ഡയലോഗിലേക്ക് കൊണ്ടുപോവുക, എന്നാൽ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം നടത്തുക എന്നുള്ളതിന് പൂർണ്ണമായിട്ട് അത് E20 ജനതാ പാർട്ടിയാണെങ്കിലും നിലവിലെ പ്രതിപക്ഷ കക്ഷികളാണെങ്കിലും എല്ലാവർക്കും സ്വാതന്ത്ര്യവും അവസരവും നമ്മുടെ ജനാധിപത്യത്തിൽ ഉണ്ടാകണം എന്നുള്ള പക്ഷമാണ് എനിക്കുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.